അതെ, ഞാനിപ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ് ആലോചിച്ചത്. ഞാൻ ആ മൂന്നാമത്തെ വർഷം സൂപ്പർ റിപ്പീറ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു 10 ദിവസം മുമ്പ് നീറ്റിന് മുമ്പാണ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിലെ സെൻറ്ററൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ വാപ്പാട് പറയും, ഇനി നമ്മൾ ബ്രില്യൻറ്റിലേക്ക് വരുമ്പോൾ ഒരു സീറ്റൊക്കെ ഉറപ്പിച്ചിട്ട് വരണം, അല്ലാതെ ഇനി കഴിഞ്ഞ വർഷം വന്ന പോലെ പഠിക്കാനായിട്ടല്ല, ഒരു നല്ലൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരണം എന്നിങ്ങനെ പറയും. ഇൻഷാ അല്ലാ വരും എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ എൻ്റെ വാപ്പ ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഫ്രണ്ട്സാണ് നമ്മളെല്ലാവരും വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ മൊമെന്റിൽ എൻ്റെ വാപ്പായെ മിസ് ചെയ്തു. വാപ്പ വീട്ടിലുണ്ട്, എന്നാലും മിസ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വാപ്പാക്ക് കൊടുത്തൊരു വാക്കായിരുന്നു അത്. തിരിച്ച് നമ്മൾ ഇറങ്ങുന്നു, ഇനി നമ്മൾ വരുമ്പോൾ ഇവിടെ ഞാൻ എന്തായാലും ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കും. എനിക്ക് ആ സത്യം പറഞ്ഞാൽ അത്ര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആണ് ഞാൻ തിരിച്ചിങ്ങോട്ട് കയറിയപ്പോൾ ഉള്ളത്. എൻ്റെ ഒരു ജേണി പറയുകയാണെങ്കിൽ ഞാൻ കോവിഡിൻ്റെ ടൈം ഫസ്റ്റ് കോവിഡ് ആ വേവ് വരുന്ന സമയത്താണ് ഞാൻ +2 എക്സാം എഴുതുന്നത്, പബ്ലിക് എക്സാം എഴുതുന്നത്. എഴുതിയിട്ട് നമ്മുടെ ഒരു എക്സാം ഇങ്ങനെ മാറ്റി വെച്ച് നിൽക്കുന്ന സമയമാണ് നീറ്റിൻ്റെ ഒരു ഡേറ്റ് അപ്പോൾ വന്നു. പിന്നെ ഇങ്ങനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു നീറ്റ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഞാൻ +2 വരെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. എൻ്റെ സാഹചര്യം പറയുകയാണെങ്കിലും ഞങ്ങളൊരു സാധാരണ ഒരു ഫാമിലിയാണ്. അങ്ങനെ പറഞ്ഞു തരാൻ വിധം അത്രത്തോളം വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളല്ല ഞങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ ഇപ്പോൾ എൻ്റെ വാപ്പ ആണ് എൻ്റെ ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എൻ്റെ വാപ്പ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, എന്നിട്ടും അത്രത്തോളം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ വാപ്പാക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വാപ്പാക്ക് കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ടാണ് വീട്ടിലിരിക്കുന്നത്. അപ്പം സാഹചര്യങ്ങൾ ഞാനതിന് മുമ്പ് എന്താ പറയുക, എനിക്കൊരു മൊബൈലോ ടാബോ ഒന്നും യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോഴാണ് ഞാനിവിടെ ഓൺലൈൻ ബാച്ചിൽ വരുന്നത്. അപ്പോൾ എനിക്ക് വളരെ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ക്ലാസ് കാണണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന രാഹുൽ ദാസ് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറാണ് അങ്ങനെ മിക്കപ്പോൾ ഈ PDF ഒക്കെ ഉണ്ടാക്കുക, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ സാറാണ് എന്നൊക്കെ പറഞ്ഞു, മോളെ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ ഫോട്ടോസൊക്കെ ഇവിടത്തേക്ക് അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഒക്കെ അതെങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇല്ല ഓൺലൈനായിട്ട് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അധികം അങ്ങോട്ട് കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ വർഷം ഉഷാറായിട്ട് എന്തായാലും ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി. അപ്പോൾ ഒന്നാമത്തെ വർഷം അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു, റിപ്പീറ്റ് കിട്ടിയില്ലെങ്കിലും വലുതായിട്ട് ആരും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ ആണ് പോട്ടെ അങ്ങനെ. സെക്കൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വളരെ നന്നായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അന്നത്തെ ക്ലാസ് ടീച്ചറായിരുന്ന ഭരത് സാർ, ഞാൻ ഇപ്പോഴും സാറിന് എൻ്റെ എല്ലാ കാര്യങ്ങളും പാസ്സായാലും സാറിനെ വിളിച്ചറിയിക്കാറുണ്ട്. ഇപ്പോഴും എനിക്കൊരു നല്ല മെൻറ്ററായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ സാറിന് ഒരുപാട് നന്ദി പറയുന്ന അവസരത്തിൽ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ തന്നെയാണ്. ഇടയ്ക്ക് ഞാൻ ഹണികോമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് തിരിച്ചു പോയി. അപ്പോഴും വില്ലനായിട്ട് ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് ഞാൻ അങ്ങോട്ട് ഇമോഷണലി അങ്ങോട്ട് ഇല്ലാണ്ടായി. ഒരു നീറ്റ് ജേണിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നീറ്റ് വന്നു. ഫുള്ളില് എന്താ പറയാ, മൊത്തത്തിലൊരു പോയൊരവസ്ഥയായിരുന്നു. അപ്പോഴും ഇതുപോലെ ഒരുമാതിരി ഇങ്ങനെ വക്കത്തെത്തിച്ചിട്ട് ഇല്ലാതായൊരവസ്ഥ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ ഉമ്മായും വാപ്പായും എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. അപ്പോൾ ആളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾ ഈ ഫീൽഡൊന്നും അല്ല, ആൾ വേറെ ഫീൽഡാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ നീറ്റ് എഴുതിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് മാർക്ക് നോക്കിയിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ ഇതായി പോയി. നമ്മൾ ആ കീ നോക്കുമല്ലോ എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വാപ്പായോട് പറഞ്ഞു. വാപ്പ ഒന്നും പറഞ്ഞില്ല, വാപ്പ എന്നോട് കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങളൊന്നും അപ്പം പറഞ്ഞില്ല. അപ്പോൾ എനിക്കിത് ചെറുതിലേ ഉള്ളൊരു സ്വപ്നമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാപ്പയുടെ ഒക്കെ വലിയൊരു ആഗ്രഹമാണ്, അദ്ദേഹം ഇപ്പം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ MBBS എത്തിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞാൻ വിചാരിച്ചു വീട്ടുകാർ ഇത്രയും സാഹചര്യം ഇല്ലാണ്ടായിട്ട് എന്നെ പഠിക്കാൻ വിടുന്നുണ്ട്, അപ്പോൾ ഇവരെ ഇനി ബുദ്ധിമുട്ടിക്കണം, ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു വർഷം കൂടെ കളഞ്ഞ് എന്താവും എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ജോർജ് സാറിനെ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മാർക്കൊക്കെ പറഞ്ഞു. അപ്പോൾ phase 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി റിസൾട്ട് വന്നിട്ടില്ല, phase 2 വരുന്നത്, അതായത് നീറ്റിൻ്റെ റിസൾട്ട് കൂടി വന്നില്ല. അപ്പം ഞാനിങ്ങനെ സാറിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സാറ് പറഞ്ഞ് ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും കിട്ടും ഒരു ട്രൈ കൂടെ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കുന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ വാപ്പായോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രദറും ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ഗവൺമെൻറ് BDS ഒക്കെ കിട്ടും, നീ പോകണോ വേണ്ടേ, അങ്ങനെ ഒരു തരും. എൻ്റെ ബ്രദറും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ ആണെങ്കിലും ആളാണ് ഏറ്റവും കൂടുതൽ, വാപ്പായും ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത്, ആൾക്കാരുടെ ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇമോഷണലി അവർ ഒരുപാട് തകർന്ന ഒരു വർഷമാണ് എൻ്റെ മൂന്നാമത്തെ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ. അങ്ങനെ ഞാൻ സെക്കൻഡ് ഫേസിൽ ഇവിടെ ജോയിൻ ചെയ്തു. ഞാൻ നന്നായി പഠിച്ചു. എൻ്റെ വാപ്പാണെങ്കിൽ ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചാലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ബാങ്കിൽ പോയപ്പോൾ ബാങ്ക് മാനേജർ ഇങ്ങനെ പറഞ്ഞു, വേണ്ട ആ കുട്ടി പോയില്ലേ ഒന്നുകൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാപ്പായെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ വരുമ്പോൾ ഫസ്റ്റ് അങ്ങനെ ഞാൻ വന്നു. ഇവിടുത്തെ ആദ്യത്തെ വീക്കിലി എക്സാമിന് തന്നെ എനിക്കൊന്ന് 3rd റാങ്ക് എന്തോ phase 2 കിട്ടി. അപ്പം എൻ്റെ വാപ്പയ്ക്ക് ഒരു ഉറപ്പ് എന്തായാലും മോളത്തോടെ കിട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ ഞാൻ നന്നായി പഠിച്ചു. നല്ല ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു പഠിച്ചത്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചു. നല്ല കൂട്ടുകാരും. ഫാത്തിമ ഹോസ്റ്റലിലായിരുന്നു ഞാൻ നിന്നത്. വളരെ നല്ല ഹോസ്റ്റൽ, നല്ല ഫുഡ്. പിന്നെ എൻ്റെ ഡയറക്ടർ ജോർജ് സാറായിരുന്നു. പിന്നെ സ്റ്റീഫൻ സാറും എനിക്ക് ഓൺലൈനായിട്ട് ഇടയ്ക്ക് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. സാറും അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ് ടീച്ചറായിട്ട് നിത്യ മാം ആയിരുന്നു. Q35 ആയിരുന്നു ബാച്ച്. വളരെ നല്ല ഒരു അനുഭവമാണ് എനിക്ക് ബ്രില്യനെ കുറിച്ച്. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു സീറ്റായിട്ട് നിൽക്കുന്നെങ്കിൽ അത് ബ്രില്യനിൻ്റെ
കണ്ടാണ് ബ്രില്യൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തതാണത്. ഹായ് ഓൾ, ഞാൻ ഹൗറ. ഞാനിപ്പോൾ ഗവൺമെന്റ് തൂത്തുക്കുടി മെഡിക്കൽ കോളേജിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. നീറ്റ് 2026 എക്സാം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എല്ലാ നീറ്റ് വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു ടെൻഷനാണ്, എനിക്കൊരു MBBS സീറ്റ് കരസ്ഥമാക്കാൻ സാധിക്കുമോ, ഈ വർഷം എനിക്ക് MBBS സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ വളരെ ആകുലത നിറഞ്ഞൊരു ഫേസാണ്, ഒരു എൻ ഫേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ജേണിയാണ്. ഞാനും ഈ ഒരു ഫേസിലൂടെയൊക്കെ കടന്നു പോയ ആളാണ്. 3 വർഷമാണ് ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. +2 കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നീറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 വർഷം എനിക്ക് നീറ്റ് കിട്ടിയില്ല. 3ാമത്തെ വർഷമാണ് ഞാനിവിടെ ഓഫ്ലൈൻ ആയിട്ട് വന്നിട്ട് നീറ്റിന് വേണ്ടി ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് 1 മിനിറ്റ് പോയി കഴിഞ്ഞാലും അതിനും വാല്യൂ ഉണ്ട്. നമ്മൾ അത് നീറ്റ് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കും. ചിലപ്പോൾ നമ്മൾ മറിച്ച് ഒരു താൾ അപ്പുറം മറിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഞാൻ ഫസ്റ്റ് 2 ഇയറും എനിക്ക് പോയതിൻ്റെ മെയിൻ കാരണം ഞാൻ ഭയങ്കര ടെൻഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് 3ാം വർഷം ഞാൻ ചെയ്ത് എൻ്റെ മാറ്റി ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടെൻഷൻ ഒഴിവാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ഗേറ്റിൻ്റെ വെളിയിൽ വരെ നമുക്ക് ടൈമുണ്ട്. ആക്ച്വലി എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കഥ പറയുകയാണെങ്കിൽ, ഞാൻ ലാസ്റ്റ് 23 എക്സാം എഴുതുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ലാസ്റ്റ് നോക്കിയ ബയോളജീൻ്റെ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഞാൻ ഗേറ്റിൽ കയറുന്നതിന് മുമ്പ് വാപ്പാടുത്ത് ഇങ്ങനെ NCERT തുറന്നിട്ട് ഇങ്ങനെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, ജസ്റ്റ് തുറന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ ക്വസ്റ്റ്യൻ കറക്റ്റ് എനിക്ക് എക്സാമിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടെൻഷൻ അടിച്ച് കളയുന്ന ഓരോ മൊമെൻറ്റും വേസ്റ്റ് ആയി പോവുകയാണ്. ആ സമയത്ത് നമ്മളെപ്പോലെ ലക്ഷക്കണക്കിന് കുട്ടികൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും സമയമുണ്ട്. ആക്ച്വലി ഇത് അധികമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അധികം സമയമുണ്ട് ഇനിയും. നമ്മൾ ഇനി എന്താ പറയുക, മോഡൽ എക്സാം ഒക്കെ വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ലാഗ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ തീർത്ത് വെച്ചിട്ട് ബാക്കി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്കത് യൂണിറ്റ് എക്സാംസിനൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ മോഡലൊക്കെ ആകുമ്പോൾ വളരെ നന്നായിട്ട് നിങ്ങൾക്കും പറ്റും. എൻ്റെ ബാച്ചിൽ ആ സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് റാങ്ക് ഒന്നും കിട്ടാത്ത പല കുട്ടികളും ഇപ്പോൾ നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിമിഷവും എല്ലാ നിമിഷവും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക. നമുക്കറിയാം എല്ലാവർക്കും ഒരു ഓൾ ഇന്ത്യ തലത്തിലൊരു എക്സാം എഴുതുമ്പോൾ ഉള്ള ടെൻഷൻ, അത് ഒരു ചെറിയ പേടി വേണം, എന്നാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. പക്ഷേ നമ്മളതൊരു നമ്മുടെ ഒരു പെർഫോമൻസിനെ പിടിച്ച് വലിക്കുന്ന താഴേക്കിടുന്ന രീതിയിൽ നമ്മുടെ ടെൻഷൻ നമ്മളെ കീഴടക്കാൻ പാടില്ല. മാക്സിമം എല്ലാവരും ഈ ഒരു ടൈമിൽ, നിങ്ങൾ ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ക്ലാസ് മാക്സിമം എന്താണ് കണ്ടിട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി. ഞാൻ ചെയ്ത ഒരു വളരെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 240 പേജസ് ഉള്ള ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിക്കുമ്പോൾ, ഈവൻ ബയോളജി പോലും ഞാൻ ഒറ്റ പേജിൽ ഞാനൊരു ജസ്റ്റ് ഫ്ലോ ചാർട്ട്, ഒരു മൈൻഡ് മാപ്പ് വരച്ചു വെക്കുമായിരുന്നു. അങ്ങനെ വെച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെ എല്ലാം ഒരു പേജാണ്, മാക്സിമം ഒരു പേജ്, അതിനപ്പുറത്തേക്ക് പോകരുത്. കാണാൻ വലിയ ചാപ്റ്റർ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്, അതൊക്കെ കുറേ എക്സാമ്പിൾസ് ഉള്ളത് കൊണ്ട് അതൊക്കെ കോഡൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 പേജ് ആവും, അത്രയും. അങ്ങനെ ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ അത് റിവൈസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര, ഞാൻ നീറ്റിൻ്റെ തലേ ദിവസം ഒരു ഫുൾ മോഡൽ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുൾ ടൈം ഈ ബുക്ക് റിവൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 സബ്ജക്റ്റിലും ഞാൻ എന്തൊക്കെ മിസ് ചെയ്യുമോ അതെല്ലാം എനിക്ക് ഫുള്ളി റിവൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എക്സാമിന് ഒരു തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് നമുക്ക് ആ ടെൻഷൻ കുറയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു സംഭവമാണ് ഇത്. പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു 2 ഇയർ പോയപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി 3rd ഇയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു നല്ല സ്ട്രാറ്റജി ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ NCERT നന്നായിട്ട് വായിക്കണം. സബ്ജക്റ്റ് വൈസ് സ്ട്രാറ്റജിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഫോളോ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഞാൻ എൻ്റെ ഒരു 3rd ഡ്രോപ്പിൽ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളും ഒന്നുമല്ല നമ്മൾ എന്താകുമെന്ന് നിലയിരുത്തുന്നത്. നമുക്ക് ചുറ്റും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും, ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സാധാരണക്കാരാണ്, അപ്പോൾ അവർക്ക് അതുണ്ട്, അവർ ആ സ്കൂളിൽ പഠിച്ചവരാണ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ല ഒരിക്കലും നമ്മൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലൊരു ഫയറാണ്. നമുക്കത് ആകണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. എനിക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും MBBS എന്ന ഒരു സ്വപ്നം കരസ്ഥമാക്കാൻ സാധിക്കും. ഈ വരുന്ന നീറ്റ് 26 എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. നന്നായി നല്ല രീതിയിൽ എഴുതി ഒരു ഗവൺമെൻറ് MBBS സീറ്റ് തന്നെ കരസ്ഥമാക്കാൻ ബ്രില്യൻറ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.